എൻ്റെ പേര് രാജേഷ്. അതെ, ഞങ്ങൾ ഈ വീട് വെച്ചപ്പോൾ തന്നെ നമ്മൾ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് വെക്കുമ്പോൾ അതിൻ്റെ യൂട്ടിലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഈസിയായിട്ട് പോകാൻ പറ്റണം. അപ്പം നമുക്കാണെങ്കിലും പ്രായമായ പേരൻസിനായാലും ആർക്കാണെങ്കിലും ലിഫ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ യൂട്ടിലൈസേഷൻ മിക്ക വീട്ടിലും പോയി കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ലിഫ്റ്റ് വെച്ചതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക്, അച്ഛനാണെങ്കിൽ പ്രത്യേകിച്ചും ഈസി ആയിട്ട് വരാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്ക് കൂടിയാണെങ്കിലും നമ്മൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുറത്ത് പെട്ടെന്ന് നാട്ടിൽ വരുമ്പം കുറേ ലഗേജും പെട്ടിയൊക്കെ കാണും. ഇതൊക്കെ ഈസിയായിട്ട് മുകളിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വളരെ ഹാൻഡി ആയിട്ട് അത് കാരണമാണ് ലിഫ്റ്റ് വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ലിഫ്റ്റൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വലിയ മെഷീനറിയും കട്ട് ചെയ്തിട്ട് മോട്ടറൊക്കെ അതിനകത്ത് വെക്കണം. പിന്നെ അതിന് ചെയിനും അസറീസും മെയിൻ്റനൻസ് കോസ്റ്റും ഭയങ്കരമായിട്ടുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ, ഒരുപാട് ജോബ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അത് നമ്മുടെ വീടിന് പറ്റിയ സ്ഥലത്ത് വെക്കാം. ഒരുപാട് പ്ലാനിങ്ങും ഒരുപാട് കോംപ്ലിക്കേഷൻസും ഉണ്ട്. ചെറിയ വീടിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോഴാണ് ഞങ്ങൾ നിബാ ലിഫ്റ്റിനെ പറ്റി കേൾക്കുന്നതും യൂട്യൂബിനകത്ത് കുറേ സീരീസിനകത്ത് കാണുന്നതും. അങ്ങനെയാണ് നിബാ ലിഫ്റ്റ് അപ്രോച്ച് ചെയ്യുന്നതും. അപ്പോൾ നിബാ ലിഫ്റ്റിന് വാക്വം ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇപ്പം കാണാൻ പറ്റും, ഒട്ടും സ്പേസ് എടുക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒരു സ്ഥലം കുഴിക്കുകയോ ചെയിനോ അക്സസറീസോ ഒന്നുമില്ല. അതിങ്ങനെ ജസ്റ്റ് ഒരു ഗ്ലാസ് ക്യൂബിക്കിൽ നിൽക്കുന്നു ട്രാൻസ്പെറൻ്റ് ആയിട്ട്. അപ്പോൾ അത് നമ്മുടെ വീടിനുമായിട്ട് വളരെ ഇണങ്ങിയിട്ട് ഡൊമസ്റ്റിക് പർപ്പസിന് ഏറ്റവും ആപ്റ്റഡാണത്. അതാണ് അത് സെലക്ട് ചെയ്യാൻ കാര്യം. ഈ ഇൻസ്റ്റലേഷൻ ടൈമിലെ ഇത് ചെറിയൊരു പ്ലോട്ടിലെ വീടാണിത്. അപ്പം കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ സമയത്ത് ഓടി വരാൻ പാടില്ല, അങ്ങനെ കുറേ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അവർ ഒന്ന് വന്നു, പിന്നെ ഒരു പോണ്ടി വന്നു. പക്ഷേ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാം ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ടും പോയി. പ്രശ്നം വളരെ നല്ല, അവർ കവർ ചെയ്ത് പൊടി തട്ടാതെ കുറേ കവർ ചെയ്ത് കുറച്ച് ദിവസം വെച്ച് നല്ല പാക്കിങ്ങും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ട് പോയത്. അന്നാണെങ്കിലും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. സ്റ്റെപ്സ് ഒന്നും കയറാതെ മുകളിലോട്ടൊക്കെ ഒന്ന് പോകാനും ഒക്കെ വളരെ ഉപകാരമാണ്. എൻ്റെ 2 റിലേഷനിൽപ്പെട്ട 2 പേരും എൻ്റെ ഒരു ഫ്രണ്ടും ഇത് വന്ന് കണ്ടിട്ട് അവരത് ഇൻസ്റ്റാൾ ചെയ്തു. ഇതുവരെ അങ്ങനെ എമർജൻസി സമയത്ത് തന്നെ താഴോട്ട് വരും, ഓപ്പൺ ആവും. പിന്നെ എമർജൻസി പ്രൊസീസ് ചെയ്താൽ മതി. അല്ലാതെ ഇൻ കേസ് എക്സ്ട്രീം കേസിൽ വേണമെങ്കിൽ പുറത്ത് ലോക്ക് ഇട്ട് തുറക്കാൻ പറ്റും. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സേഫ്റ്റി വൈസ് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ്. ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ടെന്ന് അറിയുന്നതും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെ പ്രായമുള്ളവർക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല വീടുകളിലും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലും പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ അവർ മേളത്തെ നേരെ കണ്ടിട്ട് പോലുമില്ല. കയറാനുള്ള ബുദ്ധിമുട്ടാണ്. അത് ഞാൻ പറഞ്ഞ എല്ലാവരും ഇവിടെ ഞാൻ പറയുന്നുണ്ട്, ഇത് വെക്കണം, വലിയ എക്സ്പെൻസൊന്നും വരത്തില്ല. മോഡേൺ നമ്മളൊരു സാധാരണ വീടിൻ്റെ ഒരു ഇതുപോലെ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ലിഫ്റ്റ് പറഞ്ഞ് വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും വേണ്ട. നമുക്കെല്ലാം നമ്മുടെ കറണ്ട് ചാർജ് ആണെങ്കിലും ഒരുപാട് കൊടുത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരുടെയൊക്കെ. പലരും ആ വീട്ടിൽ കയറുന്നില്ല അവരുടെ മുകളിലോട്ടൊന്നും. അത് അവർ വെച്ച പ്ലാൻ അല്ലാതെ വീടിനകത്ത് ഈ ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ടില്ല. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. എവിടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കാണാം. കാലുവേദന മുട്ടിന് വേദന ഉണ്ടെങ്കിലും ഓടി ഞങ്ങൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് പോയി എല്ലാ സ്ഥലങ്ങളും കാണാം. അത് ഏറ്റവും വലിയൊരു ഇതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇല്ല. വെറും സാധാരണ നമ്മൾ വീട്ടിലൊരു മിക്സിയോ ഇതൊക്കെ ഓൺ ചെയ്യുന്ന പോലെ ഉള്ളൂ. വളരെ കൺവീനിയൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഇത് വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.